नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। आज हम एक नया पाठ पढ़ेंगे। पाठ का नाम है पहेलियाँ और मुक्करियाँ। क्या है? പഹേലിയാം और മുക്കരിയാം. क्या है പഹേലിയാം? എന്താണ് പഹേലിയാം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള അതൊരു ഗെയിം പോലെയാണ്. പഹേലിയാം മാനെ പസിൽസ്. क्या है? പസിൽസ്. और मुक्करियाँ क्या है? मुक्करियाँ का अर्थ है रिडिल्स. क्या है? रिडिल्स. നമ്മൾ കടങ്കഥകളെന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മലയാളത്തിലൊക്കെ നമ്മൾ കടങ്കഥകൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ പസിൽസ് എന്ന് വെച്ചാൽ എന്താണ്? പദപ്രശ്നം. നമ്മൾ ഈ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വരാറുണ്ട് പസിൽസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കടങ്കഥ പോലെ തന്നെ ഉള്ള ഒരു ഗെയിം ആണ് എന്ത്? പസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? നമുക്കതിൻ്റെ അർത്ഥം ആദ്യം എഴുതാം. പഹേലിയാം. क्या है? पहेलियाँ. पहेलियाँ. पजल्स. पहेलियाँ, पजल्स और मुक्करियाँ. ये देखो, ये ബഹുവചൻ ശബ്ദ ഹേ. ഇത് ബഹുവചനിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പഹേലിയാം എന്ന് പറയുമ്പോൾ പസിൽസ്. ഇനി പഹേലി എന്ന് പറയുമ്പോൾ എന്താണ്? പസിൽ ഒന്ന്. ദെൻ മുക്കരിയ മാനെ റിഡിൽസ്, കടങ്കഥകൾ. മുക്കരി എന്ന് പറയുമ്പോൾ റിഡിൽ എന്നേ വരുന്നുള്ളൂ. റിഡിൽസ്. ക്യാ ഹെ? പഹേലിയാം, പസിൽസ്, മുക്കരിയാം, റിഡിൽസ്. അപ്പോൾ ഇനി എന്താണ് നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കുമ്പോഴേ എന്താണ് ഇതിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് നോക്കാം. कल कक्षा में शिक्षिका ने हमें बताया था कि अमीर खुसरो महान हिंदी कवि थे. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ എന്താ പറയുന്നത്? കൽ കക്ഷാമേ. കൽ മാനെ ക്യാ ഹേ? ടുമാറോ, യെസ്റ്റർഡേ എന്ന് നമ്മൾ പറയും. കൽ ക്യാ ഹേ? ഇവിടെ അർത്ഥം എന്താണ്? കൽ കക്ഷാമേ, കഴിഞ്ഞ ദിവസം. കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ. കൽ കക്ഷാമേ. കക്ഷ ക്യാ ഹേ? കക്ഷ का अर्थ है क्या है? क्लास. कक्षा क्लास रूम. कक्षा. क्लासरूम. कल कक्षा में शिक्षिका ने. शिक्षिका कौन है? शिक्षिका का अर्थ है टीचर. शिक्षिका. ടീച്ചർ, അധ്യാപിക. കൽ കക്ഷാമേ, കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ശിക്ഷികാനെ, അധ്യാപിക, ഹമേ ബതായ ധാകി, ഞങ്ങളോട് പറഞ്ഞിരുന്നു, അമീർ ഖുസ്രു മഹാൻ ഹിന്ദി കവി ഥേ. അമീർ ഖുസ്രു ഹിന്ദി സാഹിത്യത്തിലെ വളരെ മഹാനായിട്ടുള്ള ഒരു കവിയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം അധ്യാപിക കുട്ടികളോട് പറഞ്ഞു. അപ്പം നമുക്ക് ആരാണ് നിങ്ങൾക്കറിയോ ഈ അമീർ ഖുസ്രുവിനെ കുറിച്ചും? ഇതിനകത്ത് പറയുന്നുണ്ട് ഹിന്ദിയിലെ മഹാൻ കവിയാണ് അമീർ ഖുസ്രു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അതായത് ഖടി ബോലി, ഹിന്ദിക്ക് മുൻപ് തന്നെ ഖടി ബോലി എന്നായിരുന്നു നമ്മുടെ ഭാഷ. അപ്പോൾ ഖടി ബോലിയിൽ നിന്ന് വ്യത്യാസപ്പെട്ടാണ് ഹിന്ദിയിലേക്ക് വന്നത്. അപ്പോൾ ഈ ഖടി ബോലിയിലെ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ തന്നെ ഒരു കവികളിൽ ഒരാളായിരുന്നു നമ്മുടെ അമീർ ഖുസ്രു. അതുപോലെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്ന് പറയുന്നത് അബുൽ ഹസൻ യമീനുദ്ദീൻ ഖുസ്റോ ഥാ. അങ്ങനെ ആയിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്? അബുൽ ഹസൻ യമീനുദ്ദീൻ ഖുസ്റോ ഥാ. तो खड़ी बोली के प्रथम कवि थे अमीर खुसरो. कौन है? खड़ी बोली भाषा के प्रथम कवि थे अमीर खुसरो. खड़ी बोली ഭാഷയുടെ ഏറ്റവും ആദ്യ നിരയിൽ തന്നെ ഉള്ള ഒരു കവിയായിരുന്നു അമീർ ഖുസ്രു. അമീർ ഖുസ്രു ക പൂറാനാം, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അബുൽ ഹസൻ യമീനുദ്ദീൻ ഖുസ്റോ ഥാ. അബുൽ ഹസൻ യമീനുദ്ദീൻ ഖുസ്റോ എന്നായിരുന്നു. ഖുസ്റോ ഇൻകാ ഉപനാം ഥാ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉപനാമാണ് ഖുസ്റോ. किंतु यह उपनाम ही इतना प्रसिद्ध हुआ कि लोग इनका असली नाम भूल गए. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഉപനാം, ഈ സെക്കൻഡ് നെയിമാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എല്ലാവരും മറന്നുപോയി. അതായത് എല്ലാവരും അദ്ദേഹത്തെ എങ്ങനെയാണ് വിളിക്കുന്നത്? അമീർ ഖുസ്രു. ഖുസ്രു എന്നുള്ള പേരാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയതുകൊണ്ട് ഖുസ്രു എന്നാണ് അദ്ദേഹത്തെ കൂടുതൽ വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം എല്ലാവരും മറന്നുപോയിരുന്നു. ഇൻകെ ആധ്യാത്മിക് ഗുരു നിജാമുദ്ദീൻ ഔലിയ ഥേ. ഇദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്
നിജാമുദ്ദീൻ ഔലിയ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരെന്താണ്? നിജാമുദ്ദീൻ ഔലിയ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്താണ്? അമീർ ഖുസ്രോ का पूरा नाम अबुल हसन यमीनुद्दीन गुजरो. ओके, तो हम पाठ की ओर चलते हैं. देखो, कल कक्षा में शिक्षिका ने हमें बताया था कि आमिर खुसरो महान हिंदी कवि थे. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ അധ്യാപിക പറഞ്ഞു അമീർ ഖുസ്രോ ഹിന്ദിയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരിൽ അല്ലെങ്കിൽ കവികളിൽ ഒരാളായിരുന്നു. വഹ് ദർബാർ में मज़ेदार पहेलियां करते थे. ദർബാർ ക്യാ ഹെ? ദർബാർ കാ അർത്ഥ ഹെ കോർട്ട്, രാജസദസ്സ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു? രാജസദസ്സായിരുന്നു അല്ലേ? രാജഭരണം, രാജവാഴ്ചയായിരുന്ന സമയത്ത് രാജസദസ്സുകളിൽ കവികളും നർത്തകരും വിദൂഷകന്മാരും വിദ്വാൻമാരും ഒക്കെ വന്നിട്ട് അവരുടെ കഴിവുകളൊക്കെ എന്ത് ചെയ്യും? ആ രാജാവിൻ്റെ മുന്നിൽ കാണിക്കുമായിരുന്നു. അപ്പോൾ കവികളാണെങ്കിൽ എന്ത് ചെയ്യും? അവർ കവിതകളൊക്കെ ചൊല്ലും. നർത്തകരാണെങ്കിൽ എന്ത് ചെയ്യും? അവർ ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ രാജാവ് ഇതിൽ പ്രസന്നനായിട്ട് എന്ത് കൊടുക്കും? അവർക്കെല്ലാം ഒരുപാട് ഗിഫ്റ്റ്, സമ്മാനങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വഹ് ദർബാർ മേ മസീദാർ പഹേലിയ കർത്തേ ഥേ. അദ്ദേഹം ദർബാറിൽ, അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ മസേദാർ കാ അർത്ഥ ഹെ ഫണ്ണി. ക്യാ ഹെ? മസേദാർ ഫണ്ണി എന്നുവെച്ചാൽ രസകരമായിട്ടുള്ള എന്നുള്ളതാണ് കേട്ടോ. മസേദാർ ഫണ്ണി. മസേദാർ കാ അർത്ഥ ക്യാ ഹെ? ഫണ്ണി, അതായത് വളരെ രസകരമായിട്ടുള്ള. പഹേലിയ, ഈ എന്താണ് പഹേലി? നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചിരുന്നല്ലോ. എന്താണ്? പസിൽസ് ഒക്കെ പറയുമായിരുന്നു. ജിൻസെ ബാദ്ഷാ ഏവം ദർബാരിയോ കാ ഖൂബ് മനോരഞ്ജൻ ഹോത്താ ഥാ. ജിൻസെ ഇതുകൊണ്ട് ബാദ്ഷാ. ബാദ്ഷാ കോൺ ഹെ? ബാദ്ഷാ കാ അർത്ഥ ഹെ രാജ. ബാദ്ഷാ രാജ. ഭാഷ കോനെ? രാജ. അപ്പോൾ ഇത് കേട്ടിട്ട് രാജാവും ഏവം ദർബാരിയും ആ രാജസദസ്സിലുള്ള അംഗങ്ങളും സഭാംഗങ്ങളും ഖൂബ് മനോരഞ്ജൻ ഹോത്താ ഥാ. അവർക്ക് വളരെയധികം എന്താണ്? മനോരഞ്ജൻ ക്യാ ഹെ? മനോരഞ്ജൻ കാ അർത്ഥ ഹെ ക്യാ? എൻ്റർടൈൻമെൻറ്റ്. ക്യാ ഹെ? എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ മനോരഞ്ജൻ്റെ അർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ദിൽ ബെഹലാന യാ മൻ പ്രസന്ന ഹോന. ദിൽ ബെഹൽന യാ മൻ പ്രസന്ന ഹോന, മനസ്സ് വളരെയധികം സന്തുഷ്ടമാകുക, പ്രസന്നമാകുക, അതായത് എൻ്റർടൈൻ ആവുക എന്നുള്ളതാണ്. മേ ഭി ഉൻകി പഹേലിയോ സെ ബഹുത് പ്രഭാവിത. ഞാനും അദ്ദേഹത്തിൻ്റെ ഈ പസിൽസ്, അദ്ദേഹം പറയുന്ന ഈ പസിൽസിൽ വളരെയധികം പ്രഭാവിതനായിരുന്നു. അതായത് എനിക്കും വളരെയധികം ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് കുട്ടി പറയുന്നത്. പ്രഭാവിത് കാ അർത്ഥ ക്യാ ഹെ? ഇംപ്രസ്ഡ്. ക്യാ ഹെ? ഇംപ്രസ്ഡ്. പ്രഭാവിത്. മലയാളം മീനിങ് കറക്റ്റ് ഇത് തന്നെയാണ്, പ്രഭാവിതനാകുക എന്നുള്ളതാണ്. ഇംപ്രസ്ഡ്. ഓക്കെ. शिक्षिका की बताई पहेलियाँ मेरे दिलो दिमाग पर छाई हुई थी. शिक्षिका की അധ്യാപിക പറഞ്ഞ ബതായി പറഞ്ഞിട്ടുള്ള പഹേലിയാം പസിൽസ് മേരെ ദിലോ ദിമാഗ് എൻ്റെ മനസ്സിലും ഹൃദയത്തിലും ഒരുപോലെ പതിഞ്ഞുപോയി. അപ്പോൾ കുട്ടി എന്താ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം അമീർ ഖുസ്രു അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു പാഠം പഠിക്കുകയുണ്ടായി. അമീർ ഖുസ്രു ഹിന്ദിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കവികളിൽ ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഏറ്റവും കൂടുതലായി പറഞ്ഞിരുന്നത് പസിൽസും മുക്കരിയാം അതുപോലെ റിഡിൽസും ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പഹേലിയിൽ ഞാനും അതൊക്കെ കേട്ടപ്പോൾ എനിക്കും വളരെയധികം ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ടീച്ചർ പഠിപ്പിച്ച ആ പഹേലികളെല്ലാം തന്നെ എൻ്റെ മനസ്സിലും ഹൃദയത്തിലും ഒരുപോലെ ആഴത്തിൽ പതിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. രാത് കെ സ്വപ്നെ മേം, दूसरा पैराग्राफ देखो. रात के स्वप्न में देखो, സ്വപ്ന ക്യാ ഹെ? സ്വപ്ന മലയാളത്തിൽ സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രീം അല്ലേ? സ്വപ്നം തന്നെയാണ്. രാത് കെ സ്വപ്നമേം, രാത്രിയിൽ കണ്ട സ്വപ്നത്തിൽ मेरी भेंट क्या है? भेंट का अर्थ है देखो मिलना मिलाना എന്ന് വെച്ചാൽ എന്താ? കണ്ടുമുട്ടൽ എന്നുള്ളതാണ്. മീറ്റിംഗ്. भेंट മീറ്റിംഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ്? രാത്രിയിൽ ഞാൻ കണ്ട സ്വപ്നത്തിൽ
മേരി ഭേണ്ട് അമീർ ഖുസ്രു സെ ഹുയി. എൻ്റെ കൂടിക്കാഴ്ച അല്ലെങ്കിൽ എൻ്റെ കണ്ടുമുട്ടൽ ആരുമായിട്ട് നടത്തി? അമീർ ഖുസ്രുവുമായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടുമുട്ടുകയുണ്ടായി. അപ്പോൾ ഞാൻ രാത്രി സ്വപ്നം കണ്ടപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ അമീർ ഖുസ്രു വന്നു, ഞങ്ങൾ രണ്ടും പരസ്പരം കണ്ടുമുട്ടി. വേ മുझे ദർബാർ മേ ലേ ഗയേ. അദ്ദേഹം എന്നെ ദർബാറിലേക്ക് കൊണ്ടുപോയി. ദർബാർ ക്യാ ഹേ? ദർബാർ കാ മത്ലബ് मैंने पहले बताया था. ദർബാർ ഹേ കോർട്ട്. എന്നെ അദ്ദേഹം കോർട്ടിലേക്ക് കൊണ്ടുപോയി, രാജ സദസ്സിലേക്ക് കൊണ്ടുപോയി. मैंने उन्हें कविराज कहकर संबोधित करना ठीक समझा. मैंने उन्हें ഞാൻ അദ്ദേഹത്തെ കവിരാജ് कहकर, കവിരാജാവ് അല്ലെങ്കിൽ മഹാനായ കവി എന്ന പേരിൽ അങ്ങനെ വിളിക്കാൻ, സംബോധിത് കർണ ഠീക് സമझ അങ്ങനെ വിളിക്കുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. ദർബാർ മേ ദർബാരിയോं की जगह मुझे मेरी दोस्त बैठे मिले. ഞാൻ ദർബാറിലേക്ക് ചെന്നു, രാജസദസ്സിലേക്ക് ചെന്ന് നോക്കിയപ്പോഴോ അവിടെയെല്ലാം ആ ദർബാരികൾക്ക് പകരം അല്ലെങ്കിൽ രാജസഭാംഗങ്ങൾക്ക് പകരം എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ കണ്ടു. അതായത് എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രാജസദസ്സിൽ എല്ലാവരും ആരാ ഇരിക്കുന്നത്? എൻ്റെ ഫ്രണ്ട്സാണ് ഇരിക്കുന്നത്. ദർബാർ മേ പहुंचते ही हमने बादशाह को झुककर सलाम किया. ദർബാർ മേ പहुंचते ही രാജസദസ്സിലേക്ക് എത്തിച്ചേർന്നപ്പോൾ തന്നെ ഹംനെ ബാദ്ഷാക്കോ ഞങ്ങൾ ബാദ്ഷായെ രാജാവിനെ കണ്ടപ്പോൾ ചുക്കർ സലാം ദിയ. ചുക്ന ക്യാ ഹേ? ചുക്ന മാനെ ടു ബെൻഡ്. ഞങ്ങൾ അദ്ദേഹത്തിനെ തല താഴ്ത്തി വണങ്ങി, തല കുനിച്ചു വണങ്ങി. സലാം കിയ വണങ്ങുക, സലാം പറഞ്ഞു. കവിരാജ് കെ സാത്ത് മുझ് നന്നെ അതിഥി കോ ദേഖ്കർ ബാദ്ഷാ മുസ്കുരാനെ ലगे. കവിരാജ് കെ സാത്ത് ഈ കവിയുടെ കൂടെ नन्हे अतिथि माने क्या है? स्मॉल गेस्ट. अतिथि क्या है? गेस्ट. पर नन्ना का अर्थ क्या है? नन्हा എന്ന് വെച്ചാൽ ക്യൂട്ട് സ്മോൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നന്ന ക്യൂട്ട് സ്മോൾ. और അതിഥി അതിഥിമാനെ ഗസ്റ്റ്. അപ്പോൾ ചെറിയ ഈ ഒരു ഗസ്റ്റിനെ, പുതിയ ഒരാളെ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ കണ്ടപ്പോൾ ബാദ്ഷാ മുസ്കുരാനയിലേക്ക്, ബാദ്ഷാ നമ്മുടെ രാജാവ് എന്ത് ചെയ്തു? ചിരിക്കാൻ തുടങ്ങി. ഉന്നോനെ ഹമേ ബേഡ്നെ കേലേ കഹ. അദ്ദേഹം ഞങ്ങളോട് ഇരിക്കാനായിട്ട് പറഞ്ഞു. സഭ शुरू हुई. सभा क्या है? सभा का अर्थ है लोगों का समूह. क्या है? सभा लोगों का समूह यानी അസംബ്ലി. അപ്പോൾ ആ അസംബ്ലി എന്ത് ചെയ്തു തുടങ്ങാനായിട്ട് അദ്ദേഹം പറഞ്ഞു. അതായത് എല്ലാവരും സഭയിൽ ഉപവിഷ്ടരായി. രാജാവ് നമ്മുടെ കവി രാജാവിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ചെറിയ സുഹൃത്തിനെയും വിളിച്ചു, അവരെ ക്ഷണിച്ചു, അവരെ ഇരുത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? സഭ ഇനി തുടങ്ങട്ടെ എന്ന് പറഞ്ഞു. तो ये अच्छे से पढ़ना. ഇത് അത്രയും നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ओके, तो बाकी हम अगले क्लास में बढ़ेंगे. धन्यवाद.